ഈ കൂറ്റൻ ചരക്ക് കപ്പലുകൾ കേരളത്തിലേക്ക് എത്തുന്നത് അഭിമാനാർഹം എന്ന് പറയുമ്പോൾ പോലും ഈ തീരങ്ങളിലുണ്ടാകുന്ന അപകടങ്ങൾ അത് ഭീഷണിയാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിലിതാ മറ്റൊരു ചരക്ക് കപ്പൽ ബേപ്പൂരിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ തീപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കോഴിക്കോട് ബേപ്പൂർ അഴീക്കലിൽ നിന്നും ഇടയിൽ വെച്ചാണ് കപ്പലിന് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. 40 ജീവനക്കാർ ആണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രാഥമിക വിവരം. നാവികസേനയും കോസ്റ്റ് ഗാർഡും രക്ഷാദൗത്യം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മറ്റൊരു ചരക്ക് കപ്പൽ കേരള തീരത്ത് മുങ്ങുന്ന സാഹചര്യമുണ്ടാകുന്നത്. അതിന് പിന്നാലെ ഇതാ മറ്റൊരു ചരക്ക് കപ്പലിന് തീപിടിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ മിഥുൻ, ഈ തീപിടുത്തം ഗൗരവതരമാണോ? സ്വാഭാവികമായും ഇത്തരം അപകടങ്ങളെ നേരിടുവാനുള്ള സംവിധാനങ്ങൾ കൂടി ചരക്ക് കപ്പലുകളിൽ ഉണ്ടല്ലോ. ജീവനക്കാർ സുരക്ഷിതരാണോ? അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, 40ഓളം ജീവനക്കാർ ഈ കപ്പലിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ 18 ജീവനക്കാർ കടലിലേക്ക് ചാടിയതായിട്ടുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ജീവനക്കാർക്ക് പൊള്ളലേറ്റതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ നേവിയും കോസ്റ്റ് ഗാർഡും ദൗത്യത്തിനായി പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അവിടേക്ക് എത്തി. ഏകദേശം ബേപ്പൂരിൽ നിന്ന് 120 കിലോമീറ്റർ, അതായത് 45 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കപ്പലിലുള്ള 50ഓളം കണ്ടെയ്നറുകൾക്കാണ് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഔദ്യോഗികമായി ഇതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ജീവനക്കാർക്കടക്കം പൊള്ളലേറ്റതായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. ഈ സമയം കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ അവർ കടലിലേക്ക് എടുത്തു ചാടുകയും ചെയ്തത്. 40ഓളം ജീവനക്കാരായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. നമുക്കറിയാം, സമീപകാലത്ത് ഒരു MSCയുടെ എൽസ എന്ന കപ്പൽ സമീപത്ത് ഈ അടുത്ത സമയത്തായിരുന്നു കൊച്ചി തീരത്തിനടുത്തായി മറിയുകയും ചെയ്ത്. അത്തരത്തിലൊരു പശ്ചാത്തലം നിലനിൽക്കുന്ന സമയത്താണ് മറ്റൊരു കപ്പലിന് കൂടി ഈ ഒരു തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻഹായ് 503 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അത് സിംഗപ്പൂരിൻ്റെ കപ്പലാണ് വാൻഹായ് 503. സിംഗപ്പൂരിൽ നിന്ന് നേരെ ചരക്കുമായി കൊളംബോയിലേക്കും അവിടെ നിന്ന് നവി മുംബൈയിലേക്കുമായിരുന്നു യാത്ര. അതാണിപ്പോൾ അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതിൽ 50ഓളം കണ്ടെയ്നറുകൾക്ക് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. അപകടം ബേപ്പൂർ തീരത്ത് നിന്ന് ഏകദേശം 120 കിലോമീറ്റർ അകലെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കപ്പൽ ഇപ്പോൾ നിലവിൽ ഉള്ളത്, നമുക്കതിൻ്റെ ഒരു മാപ്പ് അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം അഭിലാഷ്. നിലവിൽ ഇതാണ് ഈ വാൻഹായ് 503 എന്ന കപ്പൽ ഈ കാണുന്നതാണ്. അത് കുറച്ചുകൂടി നമുക്ക് സൂം ചെയ്താൽ കൃത്യമായ ആ ഒരു കപ്പലിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ മാപ്പ് അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകും. അതായത് ബേപ്പൂർ തീരത്ത് നിന്ന് ഏകദേശം നമുക്കതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ 120 കിലോമീറ്റർ അകലെ ആണ് ഈ ഒരു കപ്പൽ സ്ഥിതി ചെയ്യുന്നത്. അതിന് സമീപത്തായി മറ്റ് കപ്പലുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. വളരെ ദൂരത്തായി ആണ് മറ്റ് കപ്പലുകളൊക്കെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവിയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ഈ രക്ഷാദൗത്യത്തിനായി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ സമാനമായ ചില സംഭവവികാസങ്ങൾ കേരളത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും സമാനമായ രീതിയിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അടുത്തിടെ കൊച്ചിയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കൊച്ചിയിൽ കൃത്യമായി ഈ നേവി ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും നേതൃത്വത്തിൽ കൃത്യമായി അവിടേക്ക് എത്തി ഈ ജീവനക്കാരെയൊക്കെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഈ നേവിയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ഈ ഒരു ദൗത്യത്തിനായി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. യെസ്, മിഥുൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വാൻഹായ് 503 എന്ന കപ്പൽ ആണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. ഇത് ഏത് തീരത്തേക്ക് പോകുകയായിരുന്നു? ഇതിലിപ്പോൾ മിഥുൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കപ്പൽ എന്ന തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഉറപ്പിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 50 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്ന തരത്തിലുള്ള സൂചനകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഒരല്പം കൂടി കാത്തിരിക്കണം ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. എങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്ന ഡേറ്റകൾ പ്രകാരം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് മിഥുൻ?
അഭിലാഷ്, ജൂൺ 7-നാണ് ഈ കപ്പല് ഈ ചരക്ക് കപ്പൽ കൊളംബോയിൽ നിന്ന് പുറപ്പെട്ടത്. അവിടെ നിന്ന് നേരെ മുംബൈയിലേക്കാണ്, നവി മുംബൈയിലേക്കാണ് ഈ ഒരു കപ്പൽ പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 650-ലധികം കണ്ടെയ്നറുകൾ ഈ ഒരു കപ്പൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതൊരു സ്ഥിരീകരിക്കാനായിട്ടില്ല, ഒരു ഔദ്യോഗിക വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഈ 650-ഓളം കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചത്. ഇവ കടലിലേക്ക് പതിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നതനുസരിച്ച് വാൻഹായി 503 എന്ന കപ്പലാണ് ഇത്. സിംഗപ്പൂരിൻ്റെ ഓണർഷിപ്പിലുള്ള വെസൽ തന്നെയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 10-ന് ഇപ്പോൾ, അതായത് നാളെ വൈകിട്ട് 4:30 ഇത് മുംബൈയിലേക്ക് ചേരുമെന്നായിരുന്നു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതിൽ 2005-ൽ ബിൽഡ് ചെയ്തിട്ടുള്ള കപ്പലാണ് വാൻഹായ് 503. ഏകദേശം 20 വർഷത്തെ പഴക്കമുണ്ട്. സിംഗപ്പൂരിന്റെ കപ്പലാണ്. 14.4 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്താണ് ഇതിന് തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ. എന്തായാലും അതിന്റെ രക്ഷാപ്രവർത്തനവും രക്ഷാദൌത്യവും കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ വരും വാർത്തകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇത് സൂചിപ്പിച്ചതുപോലെ കൊളംബോ തീരത്ത് നിന്ന്